Oh my god. Scale of 1 to 10, 9.5. ഒരു ഫ്ലേവറും എടുത്തില്ല. Tongue is on fire. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. സോ എനിക്കൊന്ന് സ്കൂളിന് ശേഷം ആദ്യമായിട്ടായിരിക്കും റിപ്പബ്ലിക് ഡേയിലെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് കാണാൻ പോകുന്നത്. കണ്ടിട്ടുണ്ടോ ഇതുവരെ? അപ്പോൾ ആദ്യം നമുക്ക് അത് കണ്ടിട്ട് നമ്മുടെ ഫുഡ് വ്ളോഗ് തുടങ്ങാം. സോ ഹാപ്പി റിപ്പബ്ലിക് ഡേ എവ്രി വൺ. നമ്മൾ വീഡിയോ വരുമ്പോൾ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞാണ്, എന്നാലും ഇരിക്കട്ടെ. ക്ലബിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സോ ഇവിടെ ഫുൾ റിപ്പബ്ലിക് ഡേയുടെ ഭയങ്കര ഡെക്കറേഷൻസ് ആണ്. ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവര്, അല്ലേ? ഇതുപോലെ നമുക്കിത് ഇന്ത്യൻ ഫ്ലാഗിന്റെ ഒക്കെ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം തരും. ഭയങ്കര ഫുഡൊക്കെ, ഇതൊക്കെ ഫ്രീ ആണ്. ക്ലബിൽ താമസിക്കുന്നവർക്കും മെമ്പേഴ്സ് ഫ്രീ ആണ്. സോ മസാല ദോശ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. കുറേ ഇതൊക്കെ ഉണ്ട്, മറ്റേ കേസരി ബാത്ത്. പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് കുറേ കഴിക്കാനുള്ളത് കൊണ്ട് കഴിക്കണം വേണ്ടെന്നുള്ള ഡൗട്ട്. മസാല ദോശ, അവിടെ വേറെ ലൈവ് കൗണ്ടേഴ്സ്, വട. ജെഫറിന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര കൊതിയാവുന്നുണ്ട്. കണ്ടിട്ട് ഭയങ്കര ഫുഡായിട്ട് തോന്നുന്നു കേട്ടാ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളത് മാത്രം ഞാൻ കടിച്ചു പിടിച്ചിരിക്കുക. മസാല ദോശ, കേസരി ബാത്ത്, വട എന്തുണ്ട് കഴിക്കാം. ഇവിടെ വരെ വന്നാൽ ഷെയർ ചെയ്തല്ലോ, നമുക്ക് എല്ലാം മേടിച്ചിട്ട് കഴിക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഹെവി അല്ലല്ലോ, അപ്പൊ കുഴപ്പമില്ല. ഡയലോഗ് വേണ്ട, ഞാൻ പറയാം. ബ്രേക്ക്ഫാസ്റ്റിലാകെ 3 ഐറ്റം ഉള്ളൂ എന്ന് പറഞ്ഞു എന്നോട്. ഇതില് എന്തൊരു ബോളും പിന്നെ റാക്കറ്റ് എന്തോ സാധനം. അതിനേക്കാളും ഭേദം ഇവിടുന്ന് കുറച്ച് ഫില്ല് ചെയ്യണതാ. അടിപൊളിയാന്ന്. കുറച്ച് സാമ്പിൾ നോക്കിയപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ രാവിലെ തന്നെ ക്യൂ നിൽക്കുന്നുണ്ട്. നല്ല ഫുഡ് എപ്പോഴും നമ്മൾ കഴിച്ചിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു. പക്ഷെ നമ്മുടെ നാഷണൽ ആന്തം കേൾക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊരു സംഭവം അല്ലേ? പിന്നെ അതെ, പണ്ട് തിയേറ്ററിലുണ്ടായിരുന്നില്ലേ, നിർത്തിയല്ലേ? അപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങുന്നത് തന്നെ റിപ്പബ്ലിക് ഡേക്ക് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. വാട്ട് ബെറ്റർ പ്ലേസ് ടു സ്റ്റാർട്ട് അവർ ഫസ്റ്റ് മീൽ ദാൻ എ മിലിറ്ററി ഹോട്ടൽ. സോ മിലിറ്ററി ഹോട്ടൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ ഒരുപാടുണ്ട്. അതിനെയും പണ്ടത്തെ കാലത്ത് മിലിറ്ററിക്കാർക്ക് നല്ല നോൺ വെജ് ഫുഡ് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പായിരുന്നു. പക്ഷെ ഇന്നത് വളരെ പോപ്പുലർ, ഒരു കൾട്ട് ഫോളോയിങ് ഉള്ളതാണ്. ഇവിടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള നല്ല ഒത്തന്റിക് കർണാട്ടിക് സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും എന്ന് പറയുന്നത്. സ്പൈസിയുടെ തുടക്കമാണല്ലോ. സോ നേരെ നമ്മൾ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേക്ക് മിലിറ്ററി ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മുടെ ഫുഡ് വ്ളോഗ്സ് തുടങ്ങാം. ഞങ്ങളുടെ സ്പൈസി ചലഞ്ചിൽ നിങ്ങൾ വ്ളോഗ് അവസാനം വരെ കാണും, കാരണം ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഏറ്റവും സ്പൈസിയസ് ഫുഡായിരിക്കും. അതുകൊണ്ട് ലൈക്ക് ഓൾമോസ്റ്റ് അൺഎഡിബിൾ ആയിട്ടുള്ള സ്പൈസി ഫുഡായിരിക്കും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷെ തുടക്കം ഇവിടെ വന്നിട്ട് നമുക്കൊരു മിലിറ്ററി ഹോട്ടലിൽ തന്നെ തുടങ്ങാം. ഇവിടെ സ്പൈസി കുറച്ച് കറികളൊക്കെ കിട്ടും, പക്ഷെ എൻജോയബിൾ സ്പൈസി ആയിരിക്കും. ഒരു ഹോട്ടലാണ് ഇത്, മറാത്ത ദർശൻ. മിലിറ്ററി ഹോട്ടൽ സ്റ്റൈലിലുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. ക്വീൻസ് റോഡിൽ വരുന്ന ഒരു സെറ്റപ്പാണ് ഇത്. ഇത് 1980s തുടങ്ങിയ ഒരു സെറ്റപ്പാണിത്. വൈഫ് മറാത്തി ആയിരുന്നു, അങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡ്. അതെ അതെ അല്ലേ, മട്ടൻ ഫ്രൈ, കീമ ബോൾസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ കോമൺ ഐറ്റം. മട്ടൻ കീമ ബോൾസ്, പുലാവ്, എല്ലാം ഒരു മിലിറ്ററി സ്റ്റൈലിലെ ഫുഡാണ്. കുറേ സെലിബ്രിറ്റീസ് ഒക്കെ വന്നത്, എല്ലാവരും ഉണ്ടല്ലോ. അപ്പം ഇദ്ദേഹം ഭയങ്കര ഫേമസ് ഫുഡ് ബ്ലോഗറാണ്. അപ്പോൾ കുഴപ്പമില്ല, കറക്റ്റ് സ്ഥലത്ത് എത്തിയ. കയറി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇവിടെ ലൈവായിട്ട് ഇങ്ങനെ കുക്കിംഗ് നടക്കുവാണ്. എനിക്കത് ചില്ലി ചിക്കനാന്ന് തോന്നുന്നു. പുറത്ത് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇവിടെ ലേഡീസൊക്കെ കൂടെ കിച്ചണിൽ റാഗി ബോള്, മട്ടൻ കീമ ബോൾസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ഫ്രഷ് ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തായാലും മുകളിൽ കയറി ഇരുന്ന് കഴിക്കാൻ തുടങ്ങാം. ഇഡ്ഡലി ആൻഡ് മട്ടൻ ഫ്രൈ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മട്ടൻ ഫ്രൈ കാണുന്നത്. ഗ്രേവി, അപ്പൊ എനിക്കത് ഫ്രൈ ചെയ്തിട്ട് ഗ്രേവിയിൽ ഇടുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും. സോ ഇത് കുറച്ച് എരിവുണ്ട്. ആൻഡ് ഇത് മട്ടൻ പുലാവ് ആൻഡ് ചില്ലി ചിക്കൻ. ഇതൊക്കെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഇഡ്ഡലി എന്തൊരു സോഫ്റ്റാന്നറിയോ. ഇഡ്ഡലി വിത്ത് നമുക്ക് നമ്മുടെ മട്ടൻ ഫ്രൈ എന്താ സെറ്റപ്പ് നോക്കട്ടെ. നല്ല സ്റ്റീമിങ് മട്ടൻ ഫ്രൈ. ഇത് ആക്ച്വലി മറാത്തി സ്റ്റൈൽ മിലിറ്ററി ഹോട്ടലിന് അവർ ചെയ്തിരിക്കുന്നത്. മിലിറ്ററി ഹോട്ടൽ വിത്ത് ട്വിസ്റ്റ് ആണ്. സോ അതുകൊണ്ടാണ് ഇതൊന്നും ഗ്രീൻ അല്ലാത്തത്. ഇവിടുത്തെ ലോക്കൽ കന്നഡ സ്റ്റൈൽ ആണെങ്കിൽ ഗ്രീൻ ആയനെ. നല്ല മണം കേട്ടാ. നോക്കട്ടെ സ്പൈസി ആണ്. മട്ടനും സോഫ്റ്റ്, ഇഡ്ഡലി എത്രയും സോഫ്റ്റ്, അത്രയും സോഫ്റ്റ് തന്നെയാണ് മട്ടൻ. ഇറ്റ്സ് വെരി ഡെലിഷ്യസ്. എരിവുണ്ട്,
എരിവുണ്ട്, പക്ഷെ എൻജോയബിൾ ലെവൽ ഓഫ് സ്പൈസിനെസ് ആണ്. ഇത് ഇതുപോലെ ഇട്ട് ഇതിന്റെ ഗ്രേവിയിൽ മുക്കി, ഓ അയ്യോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത്രയും പ്രതീക്ഷയില്ല. മിലിറ്ററി ഹോട്ടൽസ് ഇത്രയും സംഭവമാണെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. മട്ടൻ അടിപൊളി, ഭയങ്കര സോഫ്റ്റ്. ബാംഗ്ലൂരൊക്കെ വന്നു കഴിഞ്ഞാൽ മട്ടൻ പിന്നെ വേറെ ലെവലാണല്ലോ. ബാംഗ്ലൂരും ട്രിവാൻഡ്രവും. ഇനി മട്ടൻ പുലാവില് ഇവരൊക്കെ രാവിലെ തന്നെ എൻ്റെ ആൾക്കാരാണ്. ഒരു മട്ടൻ പീസ് ഇത് മട്ടനാണോ ചിക്കനാണോ എന്ന് അറിയില്ല, അത്രയും സോഫ്റ്റ്. ഫുൾ എടുക്കുന്നില്ല, നല്ല പോർഷൻ ഉണ്ട്. കണ്ടാ ചെറുത്, പക്ഷെ അക്ഷയപാത്രം പോലെ വന്നുകൊണ്ടിരിക്കും. ഈ മട്ടൻ്റെ ഇത് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യമേ. മറ്റേ പീസ് കണ്ട ഇത് സോഫ്റ്റാന്നറിയോ? ഇതും ഇതില് ഞാൻ പറഞ്ഞു ഇവിടത്തേക്ക് ഗുണം എന്നറിയോ, മസാലയൊന്നും കാണില്ല. പെപ്പറും മട്ടൻ്റെയും ഫ്ലേവറാണ് ഈ മൊത്തം റൈസിലുള്ളത്. ഇനി ഇത് സ്പൈസി ആക്കാൻ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇവിടെ ഗ്രേവി ഒഴിക്കാം. അതിൻ്റെ കൂടെ ഈ മട്ടൻ. പക്ഷെ നമ്മൾ വിചാരിക്കും രാവിലെ ഈ റൈസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. നല്ലൊരു ഫീലിംഗ് തന്നെയാണ്. ഒരു സ്പൈസി മട്ടൻ ഗ്രേവി പോലെ. ആൻഡ് ഇവരുടെ ചില്ലി ചിക്കൻ സാധാരണ ഇത് ഗ്രീൻ ആയിരിക്കും. നോക്കട്ടെ, ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാൽ തോന്നും പക്ക ഇന്ത്യൻ ആണ്, പക്ഷെ ഒരു ചെറിയ ചൈനീസ് സെറ്റപ്പ് ഉണ്ട്. എനിക്കൊന്ന് കോൺഫ്ലവർ ഒന്നും ഇട്ടിട്ടുണ്ട് തോന്നുന്നു. സോസല്ല, ഗ്രേവി പോലെയാണ്. കുറച്ച് സ്പൈസിയാണ്, ഭയങ്കര രാവിലത്തേക്ക് നമുക്ക് പറ്റിയതാ. ഇനി തുടങ്ങി അവസാനിക്കുമ്പോൾ ഏറ്റവും സ്പൈസി പോയി അവസാനിക്കാം. ഇതുകൊണ്ട് കേട്ടോ. പക്ഷെ ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട് റിപ്പബ്ലിക് ഡേ ആൻഡ് അവർ ബാംഗ്ലൂർ സ്പൈസി ഫുഡ് ബ്ലോഗ്. ഇതിന്റെ മട്ടന്റെ പീസസ് എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ ഇതിന്റെ കൂടെ. ഇത് വലിച്ചു തന്നെ കഴിക്കും. ആഹാ, അടിപൊളി. ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഡു ട്രൈ മിലിറ്ററി ഹോട്ടൽസ്. ഏതെങ്കിലും ട്രൈ ചെയ്താൽ മതി, എല്ലാം ഒരുവിധം നല്ലതായിരിക്കും. ഗൈസ്, സോ അടുത്തത് ഞാൻ ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടിട്ടാണ് മിക്ക സ്ഥലത്തും ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ വല്ല ഈ ഫുഡ് ഫോറത്തിൽ എംപയർ റെസ്റ്റോറൻറ്റില് സ്പൈസി ചിക്കൻ പോപ്കോണോ അങ്ങനെ എന്തോ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. ആ കഴിച്ച ആൾ ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നു കേട്ടോ. ഇവിടെ അതില്ല എന്ന് കണ്ടു. ഇപ്പൊ ഈ ഫയറി ചിക്കൻ വിങ്സ് കണ്ടിട്ടുണ്ട്. ഈ മെനുവിലെ ഏറ്റവും സ്പൈസി ആയിട്ട് അതാണ് പറഞ്ഞത്. സോ അതെന്തായാലും ട്രൈ ചെയ്യാം. ഇന്നത്തെ ഫുഡ് വലിയ സ്പൈസി അല്ലായിരുന്നു, ഒരു നല്ലൊരു നോർമൽ സ്പൈസി. ഇത് ഇവിടെ നിന്നാണ് ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അത്രയും ഇതുപോലെ അല്ലല്ലോ, ഇനിയായിരിക്കും തുടങ്ങാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും ടെൻഷൻ രണ്ട് സാധനങ്ങളാണ് ജെഫ്രി. ഒന്ന് ആ ബർഗർ, പിന്നെ ഒന്ന് ഒരു വിങ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പറ്റുമെങ്കിൽ നോക്കാം. അത് മറ്റേ പ്ലാൻ ബി. അത് റിസ്കാ. സ്പൈസി വിങ്സ് എന്ന് വിചാരിച്ചപ്പോ മറ്റേ സോസ് ബേസ്ഡ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അതുപോലെ നമ്മൾ കഴിക്കാൻ പോകുന്നുണ്ട്. അത് ലാസ്റ്റ് കഴിക്കാം, കാരണം എനിക്കൊന്നും അത് കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല നമുക്ക്. ആ പ്രശ്നവും ചിലപ്പോൾ ആശുപത്രി പോകേണ്ടി വരും. അപ്പൊ ഇത് ഈ സ്പൈസി വിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മസാല ടൈപ്പാണ്. സോ ഇത് എത്ര പേരെ സ്പൈസി പോകുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ആദ്യം തന്നെ എല്ലാത്തും തുടക്കം വരുന്നത് ജെഫ്രിൻ തന്നെ ആവട്ടെ. എന്താ ഭാവമൊന്നും ഇല്ലല്ലോ? എരിവുണ്ട്, ഓക്കെ. പക്ഷെ വേർക്കുവോ? വേർക്കില്ല. ആ, എരിവുണ്ട്. എത്ര ഓൺ എ സ്കെയിൽ ഓഫ് 10 എത്ര വരെ ഉണ്ട്? 6.5. ഓ, അതൊക്കെ 0.5 എത്തിയേ. അത്രേ ഉള്ളൂ. ഭയങ്കര എരിവല്ല, എന്നാ ഓക്കെ. സോ നോക്കട്ടെ കേട്ടാ. ഞാൻ ആക്ച്വലി എന്റെ മണം തന്നെ എന്റെ മൂക്കിൽ പോയിട്ട് എനിക്ക് തുമ്മാൻ വന്നു. സോ ഐ തിങ്ക് സോ ഇറ്റ് ഇസ് വെരി സ്പൈസി. നല്ല ഒരുപാട് മസാല ഉണ്ട്. നമുക്ക് ഫോക്കസ് ഒക്കെ പോകുന്നു. ഇതിന്റെ എരിവ് പറഞ്ഞായിരിക്കും മൊബൈൽ പോലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത. ഭയങ്കര അയ്യോ, മസാല തന്നെ എനിക്ക് കയ്യിൽ നക്കിയപ്പോൾ ഭയങ്കര എരിവ്. എന്തൊരു ചൂടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എരിവ് കഴിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല. ദിലുവിന്റെ കാര്യമാണ് കഷ്ടം. അതിപ്പോ ഞാൻ ജോർജിയയില് മറ്റേ എരിവ് എന്ന് പറയുന്ന സാധനം അടുത്തുകൂടാത്ത പോലത്തെ ഫുഡ് കഴിച്ചിട്ടാ വരുന്നത് ഒരു മാസം. ഇത് കഴിഞ്ഞിട്ടേ ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ എന്താ വാങ്ങുന്നതെന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോവാം. കാരണം ഒരു സ്ഥലത്ത് പോകുമ്പോൾ നല്ല എരിവുള്ള സാധനമായിരിക്കും. ഒന്നല്ല, 2 സ്ഥലം മിക്കവാറും തലകറങ്ങി വീഴുന്നത് ലെവലായിരിക്കും. മസാലയുടെ കുത്തലിനെക്കാട്ടി കൂടുതൽ ഒരു റോസ്റ്റ് ഫ്ലേവർ ആണ് ഇതിന്. ഞാൻ ഒരു എരിവിന്റെ ഒരു അധികം സംസാരിക്കാൻ പറ്റില്ല കേട്ടോ, കാരണം എരിയാൻ തുടങ്ങും. ഇതിന്റെ ഫസ്റ്റ് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല എരിവുള്ള പിക്കിളില്ലേ, ആ പിക്കിൾ ഇട്ട് ഒരു കറി ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ അതിട്ട് ഒരു സാധനം റോസ്റ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും,
ആ ഒരു എരിവാണ് വരുന്നത്, പക്ഷെ വിത്തൗട്ട് ദാറ്റ് സോൾട്ട്. സോ എവറിത്തിങ് ഇസ് കമ്മിങ് ആസ് സ്പൈസ്. പക്ഷെ ഒരു എരിവിന്റെ ചലഞ്ച് ഒന്നും കഴിക്കുമ്പോൾ ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല. സാധാരണ ആൾക്കാർക്ക് നല്ല സ്പൈസി വിങ്സ് വേണം എന്നൊന്ന് കഴിക്കുന്നവർക്ക് ഓക്കെയാ, സ്പൈസി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്. പക്ഷെ ഒരു ചലഞ്ച് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ്. സുഖമായിട്ടൊരു 10-20 ഒക്കെ കഴിക്കാം. സ്പൈസിയാണ്, പക്ഷെ ഞാനത് ഓൺ എ സ്പൈസ് ലെവൽ, ഒരു ഫുഡ് ചലഞ്ചിന്റെ സ്പൈസ് ലെവൽ നോക്കുവാണെങ്കിൽ ഞാൻ ഇതൊരു 5-ന്റെ അടുത്തേ കൊടുക്കുകയുള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ വേർക്കത്തൊന്നും ഇല്ല കേട്ടോ, ജഫറിനെ വേർക്കുന്നത്. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇത്. സത്യം പറഞ്ഞോണ്ടല്ലോ, ഐ ലവ്ഡ് ഇറ്റ്. എൻജോയബിൾ സ്പൈസിനെസ് ആണ് ഇതിനുള്ളത്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു വെളിച്ചെണ്ണയിലൊക്കെ ചെയ്ത ഒരു സംഭവം പോലെ ഉണ്ട്. നല്ലൊരു സ്പൈസി ചിക്കൻ വിങ്. അതാ നമ്മൾ ഫസ്റ്റ് ബൈറ്റിൽ ഒരു കുത്തൽ വരും. എരിവുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. സാധാരണ നല്ല എരിവുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞു ഭയങ്കര ഒരു എൻജോയബിൾ എരിവാണ് ഇതിനുള്ളത്. ഗൈസ്, ഇവിടുന്ന് ആക്ച്വലി ഉണ്ടല്ലോ ഇപ്പൊ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല കേട്ടോ, അത്രയും കുഴപ്പമില്ല. അടുത്ത് നമ്മൾ കോരമംഗലയിലെ ഏരിയയിലേക്കാണ് പോകുന്നത്. കാരണം ഞങ്ങൾ നോക്കുന്ന എല്ലാ സ്പൈസി ഫുഡിൻ്റെ സ്ഥലം അവിടെയുണ്ട്. ഫുഡ് എനിക്കൊന്ന് താമസിക്കാൻ പറ്റിയ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം കോരമംഗലം. കാരണം ട്രാഫിക്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര പാടല്ലേ. കോരമംഗലയിൽ താമസിച്ച് നടന്ന് തന്നെ കുറേ സ്ഥലങ്ങളിൽ പോയി എല്ലാ ടൈപ്പ് ഫുഡും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ സ്ട്രേറ്റ് ടു കോരമംഗല. നമ്മൾ കാർ എടുക്കുന്നില്ല കേട്ടോ. ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ സാധാരണ യൂബറോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പോകുന്നതാണ്. കാരണം പാർക്കിംഗ് ഭയങ്കര പാടാണല്ലോ, അതൊക്കെ അറിയാലോ. പക്ഷെ അവിടെ ആലോചിച്ച് നോക്ക്, സ്പൈസി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് ഒരു ദിവസം ഈ ബാംഗ്ലൂർ സിറ്റിക്കകത്ത് ഒരു 25 കിലോമീറ്ററോളം യാത്ര ചെയ്യും. അതിന് മാത്രം ക്ലോസ് ഒരു 3.5-4 മണിക്കൂർ എടുക്കും. വട്ടാണോന്ന് ആൾക്കാർ ചോദിക്കും അല്ലേ? എരിവ് കഴിക്കാൻ വേണ്ടി അനുഭവിക്കാൻ വേണ്ടി ഇത്രയും പൈസയും കൊടുത്ത് ഇത്രയും സമയം കളഞ്ഞ് പോകണമെന്ന് വട്ടാണോ ആരെന്ന് തോന്നുന്നു. കൂടെ നടക്കണിക്കും 2 വട്ടന്മാര് ബാംഗ്ലൂരില്. ഈ ചലഞ്ച് ചെയ്യണമെങ്കിൽ ഫാർമസിയുടെ ഹെൽപ്പ് വേണ്ടി വരും. അതുകൊണ്ടാണ് ഫാർമസി കയറുന്നത്. വേണ്ട ഒരു സാരം കിട്ടുമെന്ന് നോക്കട്ടെ. ഇതില്ലെങ്കിലേ നടക്കില്ല. ശരിക്കും ലെമൺ മിന്റ് ആണ് വേണ്ടത്. അത് വേറെ എവിടെയെങ്കിലും കിട്ടിയാൽ വാങ്ങാം. ഇതെന്തായാലും എടുത്ത് പോക്കറ്റിൽ ഇട്ടോ. എന്തൊക്കെ അധ്വാനം നോക്ക്, കഷ്ടപ്പാട്. സോ സ്പൈസി ബിരിയാണി തപ്പിയുള്ള യാത്ര. ഞങ്ങൾ നേരെ ഇന്ത്യൻ ബിരിയാണി കമ്പനിയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഗുണ്ടൂർ ബിരിയാണി അടിപൊളിയാന്നാ പറഞ്ഞത്. എന്തായാലും അടിപൊളിയല്ല, സ്പൈസിയാന്നാ പറഞ്ഞത്. അതൊന്ന് പോയി ട്രൈ ചെയ്യാം. ഓ, ഫസ്റ്റ് ഫ്ലോർ സ്റ്റെപ്പ് കയറാം. വെളിയിൽ നിന്ന് കാണുന്നതല്ല കേട്ടോ, ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ബിരിയാണി കിട്ടുമെന്നറിയില്ല, കാരണം സമയം 4:30 ഫുഡ് ചലഞ്ച് നോക്കാം. നമ്മള് ജഫറിന് കിടക്കാനുള്ള കട്ടിലും ഉണ്ട്. നല്ല സെറ്റപ്പാണല്ലോ, കിടക്കാനും പറ്റും വേണമെങ്കിൽ. ഓഹോ, എന്ത് വേണം വേറെ. നമുക്ക് അറ്റത്ത് പോയിരിക്കാം. ബാ, പക്ഷെ ഒരു പഞ്ചാബി സ്റ്റൈല് ഇത് കൊള്ളാമല്ലോ. എനിക്കത് ഫുഡ് അവിടെ വെച്ചിട്ട് കാല് മടക്കിയിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പാ. അപ്പൊ ഈ ഇന്ത്യൻ ബിരിയാണി കമ്പനി ഞങ്ങൾ വന്നപ്പോൾ ഫുൾ പഞ്ചാബി സെറ്റപ്പാണ്. ഇവർക്ക് പണ്ട് വേറൊരു സ്ഥലത്തായിരുന്നു ബ്രാഞ്ച്. അവിടെ ഗുണ്ടൂർ ബിരിയാണി ഉണ്ടായിരുന്നത്. പക്ഷെ അവരിപ്പം ഇങ്ങോട്ട് മാറ്റി പുതിയ ബ്രാഞ്ച് ആക്കിയപ്പോൾ അതില്ല. പക്ഷേ ഇവരുടെ ഒരു വെജ് ബിരിയാണി അല്ല, നോൺ വെജ് ബിരിയാണി ഇതിൽ സ്പൈസി എന്ന് പറഞ്ഞൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് എക്സ്ട്രാ സ്പൈസി ആക്കുക. കാരണം ഇവരുടെ ബിരിയാണി വേറെ, ചിക്കൻ വേറെയാണെന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യൻ ബിരിയാണി കമ്പനി എന്ന് പറയുമ്പോൾ ഇവരുടെ ബിരിയാണി ഒരു സ്റ്റാൻഡേർഡ് കാണുമെന്ന് വിചാരിക്കുന്നു. സ്പൈസി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പ്ലസ് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. ഫുൾ പഞ്ചാബി ആണെങ്കിലും ബിരിയാണി സൗത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. സോ അതെന്തായാലും ഒന്ന് പോയി ട്രൈ ചെയ്യണം. അതുകൊണ്ട് ഇവിടെ തന്നെ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനി തപ്പി പോയാലും നമ്മുടെ സാധാരണ ആന്ധ്ര ബിരിയാണിയേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്നതല്ല. എന്തായാലും ഇതൊന്നും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സ്ഥലവും പേരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്ത്യൻ ബിരിയാണി കമ്പനി എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ നമ്മൾ ഓബ്വിയസ്ലി ബിരിയാണികളുടെ പല വെറൈറ്റീസും അങ്ങനത്തെ ആണല്ലോ. പക്ഷെ ഇവിടെ മെനു ഫുൾ പഞ്ചാബി മെനു ആണ്. ബിരിയാണി മാത്രമുണ്ട് സ്പെഷ്യൽ എന്ന് പറയുന്നു. അത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ. എന്തായിരിക്കുമോ അവർ വരുമ്പോൾ എന്തേ പഞ്ചാബി സ്റ്റൈൽ ഗ്രീറ്റിംഗ് ഒക്കെയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്യാം. ഗോലി സോഡ സൂപ്പർ ആയിട്ടുണ്ട്. സാധാരണ ലൈം സോഡയൊക്കെ കാട്ടി ബെറ്റർ. പ്രീമിയം എഴുതിയിട്ടുണ്ട്, അതുപോലെ പ്രീമിയം തന്നെ ഫീൽ ചെയ്യണം. അതുപോലെ തന്നെ ഗോ ലോക്കലിനും എഴുതിയിട്ടുണ്ട്. ലോക്കലായിട്ട് ചെയ്യുന്ന സംഭവം കൊക്കക്കോളയൊക്കെ മാറിയിരിക്കും. ഇതില് അവര് സ്പൈസി ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കണ്ടിട്ട് ഇത് കേരള അല്ല, ആ സമയത്ത് ഹൈദരാബാദും അല്ല. ये कौन सी स्टाइल का होता है? साउथ का स्टाइल है ദം ബിരിയാണി. സൗത്തിലെ ദം ബിരിയാണി ആണെന്നാ പറയുന്നത്. എന്തായാലും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സ്പൈസിയസ്റ്റ് ആണോ അതോ സ്പൈസി എങ്കിലും ആണോ നോക്കട്ടെ. താങ്ക് യു ഡാർലിംഗ്. ആദ്യ ദിവസം 4-5 കഴിച്ചില്ലേ? എന്തായി? എരിവെന്ന് പറഞ്ഞ സാധനം ഇല്ല. അപ്പൊ വരണ്ടാട്ടാ. സ്പൈസി ബിരിയാണി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രൈ ചെയ്യണ്ട. ഇന്ത്യൻ ബിരിയാണി കമ്പനി എന്ന് പറഞ്ഞിട്ട് ആ കൂടെ 2 ടൈപ്പ് ബിരിയാണിയും വെച്ചിട്ട് ബാക്കി ഫുൾ പഞ്ചാബിയും വെച്ചിട്ട്. മസാല എടുത്തോ, എനിക്ക് വേണ്ട.
നോക്കട്ടെ, ടേസ്റ്റ് എങ്കിലും നോക്കട്ടെ എങ്ങനെയുണ്ട്. ആക്ച്വലി നമ്മള് ഫസ്റ്റ് ഓഫ് ആക്ച്വലി എരിവുണ്ട് കേട്ടാ, ഭയങ്കര നമുക്കൊരു സ്പൈസി ചലഞ്ച്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഒരു സ്പൈസി ചലഞ്ചാണ്, അല്ല സാധാരണ ഒരു എരിവ് പോലെ അല്ല ഞാൻ പറയുന്നത്. ഒരു സ്പൈസി ചലഞ്ച് നോക്കുമ്പോൾ ഓബ്വിയസ്ലി ഒരാൾക്ക് ഒരു പ്ലേറ്റ് ബിരിയാണി കഴിക്കും. പക്ഷേ സാധാരണ ഒരാൾക്ക് സ്പൈസി ബിരിയാണി വേണം എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്ത് കഴിക്കാനാണെങ്കിൽ ദിസ് ഇസ് എ പെർഫെക്റ്റ് ലെവൽ ഓഫ് സ്പൈസ്. ഭയങ്കര ഇഷ്ടമായി. നല്ല അത്യാവശ്യമല്ല, ഓൺ ദ സ്പൈസിയസ് സൈഡാണ്. ഒരു ബിരിയാണിയുടെ ഒരു ആവറേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പൈസി സൈഡാണ്. വലിയ ഒരു ബസ്മതി റൈസ് ഇട്ട് ദം പിടിച്ച ബിരിയാണി, കാരണം എല്ലാത്തിലും ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ എക്സ്പെക്ടേഷൻ അതല്ല, തട്ടിപ്പോകുന്ന ലെവൽ ഓഫ് സ്പൈസിൽ നമ്മൾ ആലോചിക്കുന്നത്. ഇത് അതല്ല, എൻജോയബിൾ ലെവൽ ഓഫ് സ്പൈസ് ആണെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ബിരിയാണിയാണ്. വെരി ഫ്ലേവർഫുൾ, വെരി അറോമാറ്റിക്. ടീയുടെയും സ്പൈസസിന്റെയും എല്ലാത്തിന്റെയും ഫ്ലേവേഴ്സ് നമ്മുടെ വായിലേക്ക് ഒലിച്ചു വരും. അത്രയും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണിയാണ്. അച്ഛാ ബഹുത് അച്ഛാ. ചിക്കനും എടുത്തിട്ടുണ്ട്. വെരി പാക്ഡ്, ഭയങ്കര ഫ്ലേവർഫുൾ. നമ്മുടെ കേരള ബിരിയാണിയുടെ സ്പൈസ് ലെവല് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരു ഔട്ട് ഓഫ് 10 1 or 2 ആണെങ്കിൽ ഇത് നമുക്കൊരു 5 or 4 കൊടുക്കാൻ പറ്റും. മീൻസ് വെരി എൻജോയബിൾ ലെവൽ ഓഫ് സ്പൈസ്. ഐ തിങ്ക് സോ. ഞാൻ നേരത്തെ ജഡ്ജ് ചെയ്തു, ഇന്ത്യൻ ബിരിയാണി കമ്പനിയിലെ ബിരിയാണി മാത്രമേ സൗത്ത് ഇന്ത്യൻ ടൈപ്പ് ഉണ്ടെങ്കിലും വന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട്. കപ്പലണ്ടി ചട്നി ഒന്ന് നോക്കട്ടെ. ഒരു നല്ലൊരു ഗ്രേവിയുടെ പോലത്തെ ഒരു ടേസ്റ്റ് അല്ലേ? എരിവുണ്ട്, എരിവില്ലേ? എരിവുണ്ട്. അത് നമ്മൾ നോർമൽ ബിരിയാണി കഴിക്കണമല്ലേ? അല്ല, അതാ എരിവുണ്ട്. പക്ഷെ നമ്മൾ കുറെ എക്സ്പെക്ട് ചെയ്ത കാരണം ഒരു ചലഞ്ച് പോലെ നോക്കാനില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. രണ്ടും നല്ലതായിരുന്നു. എംപയറിലെ ഫുഡും എൻജോയബിൾ ആയിരുന്നു, ഇതും എൻജോയബിൾ ആണ്. ആ കപ്പലണ്ടിയുടെ സംഭവിച്ചത് നൈസ്. ശരിക്കും കപ്പലണ്ടി അരച്ചൊരു ഫ്ലേവർ വരുന്നു. അതിൻ്റെ കുറച്ച് തേങ്ങ ചമ്മന്തിയുടെയും മിക്സ് പോലെ. ഇനി കളി കാര്യമാവാൻ പോവാണ്. ഇനിയാണ് സംഭവങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഹെഡിങ് സ്ട്രേറ്റ് ടു പ്ലാൻ ബി, അവരുടെ ഓൾ ഇന്ത്യ ഫേമസ് ആയിട്ടുള്ള സ്പൈസി വിങ് ചലഞ്ച് ചെയ്യാനല്ല, പക്ഷെ ആ വിങ്സ് കഴിക്കാനാണ്. ചലഞ്ചായിട്ട് ചെയ്യുന്നില്ല, കാരണം അത് പിന്നെ നമ്മൾ അത്രയും സ്പീഡിൽ കഴിക്കണം, ഒരാളായിട്ട് കഴിക്കണം, അതൊന്നും പറ്റില്ല. പക്ഷെ എന്താണ് ഇത്രയും സ്പൈസി, അതൊരു ചലഞ്ച് തന്നെയാണോ, ടേസ്റ്റി ആണോ, അതോ ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി ഫയർ ഓൺ യുവർ മൗത്ത് ആണോ എന്ന് പോയി ചെക്ക് ചെയ്യാം. അത് അവിടുത്തെ മറ്റേ മൗത്ത് ഫ്രഷനറായി കിട്ടിയത്. പക്ഷെ അവിടുത്തെ ആ ഗോലി സോഡയ്ക്ക് 75 രൂപ, ഭയങ്കര ഒരു ബിരിയാണിയുടെ പൈസയായി. ഏറ്റവും പെട്ടെന്ന് എത്താൻ പറ്റിയ മാർഗം ഊബർ ഓട്ടോ തന്നെയാണ്. കയറിക്കോ. 3 പേർക്ക് ഉള്ളതെന്ന് പറയുന്നത് വെറും തെറ്റാണ്. ഞങ്ങൾ 2 പേര് ഇരുന്നപ്പോൾ തന്നെ അത് മുട്ടിയിരിക്കുന്നത്. 2 പേർക്കുള്ള വണ്ടിയാണ് ഓട്ടോ. എത്തിയോട്ടാ ഇത്. പക്ഷെ എന്തത് വലിയ സെറ്റപ്പ്. പണ്ട് ഞാൻ പ്ലാൻ ബിയിലൊക്കെ പോയിട്ടുണ്ട്, ഒരു ചെറിയ ഒരു ബാർ പോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇത് കണ്ടിട്ട് ഹാങ് ഓവർ എക്സൽ. ഹാങ് ഓവർ ആവോ? അടിക്കുന്ന 2 തൊട്ടപ്പുറത്തെ സ്റ്റാർബക്സ് ഉണ്ടല്ലോ, അവിടെ അടിക്കാം. എന്ത് അതിനെക്കാട്ടി ബെറ്റർ ഇവിടുന്ന് അടിക്കുന്ന. ഒരു ബിയർ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോഫിക്ക് 2 ബിയർ ഇവിടെ അടിക്കാം. 3 ബിയർ അടിക്കാൻ തോന്നുന്നു. അടിക്കാത്ത ഞാനും വേണമെങ്കിൽ അടിക്കാം. ഓ, ഇത് നല്ല സെറ്റപ്പ്, നല്ല വൈബ്, കിട്ടില്ല സ്ഥലം, ഒരുപാട് സീറ്റിംഗ് കേട്ടാ. നമുക്ക് മേളിൽ പോയാലോ? കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല തിരക്ക് വരുന്നു. സാറ്റർഡേ നല്ല രസമുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറെ ഓഫേഴ്സ് ഒക്കെ ഉള്ള സ്ഥലം, വീക്ക് ഡേയ്സ് ഒക്കെ 50% ഓഫ്, buy 1 get 1 ഫ്രീ, ഒരുപാട് സീറ്റിംഗ് ഉണ്ട്. ഹൗസ് ഓഫ് വിങ്സ് എന്തായാലും നമ്മൾ ട്രൈ ചെയ്തേ പോകുന്നുള്ളൂ. ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇത് അടുത്ത ഷോട്ടില് ജെഫ്രിൻ വേർത്തായിരിക്കും ഇരിക്കുന്നത്. മിക്കവാറും ഉറപ്പല്ല, എന്തായാലും വേർക്കും. ഞാനും നല്ല എരിവായിരിക്കും. ആ ഇനോ എടുത്ത് വെളിയിൽ വെച്ചോ കേട്ടാ. ഏതാ ഇനോ? അതെങ്ങനെ അപ്പം തന്നെ ഓടിക്കണോ? അതപ്പം തന്നെ എടുത്ത് വായിലേക്ക് ഇടിക്കണോ? അല്ലല്ല, തണുത്ത വെള്ളത്തിൽ ഒഴിച്ച് ഒറ്റ വലിയ വലിക്കുക. ഇതുണ്ടല്ലോ ABS അല്ലേ? ABS ഒന്നല്ല, അല്ല ABS ആണോ ABS ആണോ അറിയില്ല, പക്ഷെ ABS വിങ്സ് എന്നാണ് പറയുന്നത്. സാധാരണ അത് ചലഞ്ചിനുള്ളതാണ്. എനിക്കൊന്ന് ആ ഒരു വിങ്സ് ഇത്രയും സമയത്തിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ചലഞ്ചൊന്നും ചെയ്യാൻ വയ്യ. വേണമെങ്കിൽ ഇവിടെ നമുക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കൊച്ചിയിൽ പോയി ചലഞ്ച് ചെയ്യാം. നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ള ലിമിറ്റ് അറിയാമല്ലോ. സോ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്, ഫുൾ പോർഷൻ അല്ല. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടാ. ടെൻഷൻ ആവുന്നു. വരുന്നുണ്ട് മോനെ. നമ്മുടെ അല്ലേ? നമ്മുടെ അല്ല. ഓരോന്ന് വരുമ്പോ നോക്കിക്കൊണ്ടിരിക്കും, ടെൻഷൻ അടിച്ച് എന്നെ കൊല്ലാൻ കൊണ്ടുപോകണല്ലേ. സാധനം വന്നു എന്റെ അമ്മ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നന്നായി ആറട്ടെ കേട്ടാ. സ്പൈസി പ്ലസ് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇത്
എന്താ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ആറിയിട്ട് പറയാം. ഇത് വേണമെങ്കിൽ 2-3 മേടിക്കായിരുന്നു. ഏത് സോസാ? അതെരുവുണ്ടോ? മയണൈസ് അല്ലേ? അതിലൊന്നും മുക്കാതെ കഴിക്കണം. അതും എരിവാണോ? മറ്റേ റാഡിഷ് പോലത്തെ വല്ലതാണോ? കുടിക്കുന്ന സോസ് ഒന്ന് തൊട്ട് ഒന്ന് പണിയാവോ? പണിയാവോ? അത്യാവശ്യം ഉണ്ട്. ഉണ്ടോ? അത്ര വെച്ചപ്പോഴും 10 ലിറ്റർ വെള്ളം പറഞ്ഞു, പഞ്ചസാരയും പറഞ്ഞു കലക്കി. തണുത്ത വെള്ളം ഫസ്റ്റ് പറയണോ? താങ്ങോ? ഞാൻ ജസ്റ്റ് സോസ് മാത്രം നോക്കട്ടെ കേട്ടോ. ഓ മൈ ഗോഡ്, എങ്ങനെ കഴിക്കും ഇത്? തൊട്ട് നക്കിയാണ്ടല്ലോ. നമ്മുടെ മുളക് പൊടിയില്ലേ, വെറും മുളക് പൊടി കട്ടിയായിട്ട് വെള്ളത്തിൽ കലക്കിയ ടേസ്റ്റ് ആണ്. അതെ, വെള്ളത്തിൽ കലക്കി കുറെ ഇട്ടിട്ടുണ്ട് സൈഡിൽ കാണില്ലേ. ഏറ്റവും സ്പൈസസ് മുളക് പൊടി എന്താണ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെയൊക്കെ വേർക്കുന്നു. ഒരു തുള്ളി നക്കിയ വീട്ടിൽ ആറട്ടെ. തുടങ്ങിക്കോ. Come on. പൊള്ളുന്നുണ്ടോ? എരിവുണ്ട്. എരിവുണ്ടെന്ന് അറിയാം. നാക്ക് വല്ലതും പൊള്ളുവോ? ഇതുവരെ വന്നിട്ടില്ല ഒന്നും. വലിയ കുഴപ്പമില്ല. നേരത്തെ തുടങ്ങി. നമ്മളാ ബർഗർ കഴിച്ചില്ലേ? ഏതാ? ആ, അതിന്റെ അത്ര ഇല്ല. ഏത് അത്രേ? ബർഗർ കഴിച്ചാൽ അത്രയില്ല? ഉറപ്പാ? ഉറപ്പാ. മറ്റൊറ്റ ബൈറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ. ആ, ഇതിപ്പോ ഇത്ര ബൈറ്റ് എടുക്കാൻ പറ്റില്ലേ? ഫുൾ കഴിച്ചു ഫ്രീ. ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് മിൽക്ക് ഷേക്ക് ഉണ്ട് കേട്ടോ. ഓടാം നമുക്ക്. കേട്ടെ, സോസ് മാക്സിമം മാറ്റട്ടെ. സ്മെല്ല് അത്ര സ്പൈസി അല്ല. എല്ലായിടത്തും എരിയുന്നുണ്ട്. നാക്കൊക്കെ എരിയുന്നുണ്ട്. ആക്ച്വലി ഈ എരിവ് കൂടിയിട്ടുള്ള ഒരു കയ്പില്ലേ? എരിവ് വരുന്നതിന് മുമ്പ് ഒരെണ്ണം കൂടെ കഴിക്കട്ടെ. ഒരു കയ്പ് ഫീലിംഗ് ആണ് വായ വരുന്നത്. ഇത് എൻജോയബിൾ എരിവല്ലേ? ഓ, വാ പൊള്ളുന്നു. നാക്ക് ഭയങ്കരമായിട്ട് പൊള്ളുന്നു. നല്ല പൊള്ളല. വയറ് പുള്ളി തുടങ്ങി. ഇത് പതുക്കെ പതുക്കെ കയറും ഈ എരിവ്. നാക്ക് ഭയങ്കരമായിട്ട് പൊള്ളുന്നു. വാ അതിനെ കാട്ടി പൊള്ളുന്നു. ഒരെണ്ണം കൂടെ അടിച്ചു കയറ്റാൻ പോവാ. ഡേഞ്ചർ ആവും. ഒരെണ്ണം കൂടെ കഴിക്കാം. നല്ല ഡേഞ്ചർ. വേണ്ടതിലും കഴിക്കണ്ട, സീരിയസ്ലി. ആണോ? പതുക്കെ പതുക്കെ എരിവ് കയറി വേണ്ടത്. വേണ്ട, വേസ്റ്റ് ചെയ്യണ്ട. അതല്ല ടേസ്റ്റ്. നമ്മുടെ വയറാണ്, അതാണ് ഏറ്റവും വലുത്. On a scale of 1 to 10, 9.5. ഒരു ഫ്ലേവറും കിട്ടത്തില്ല. ടങ് ഇസ് ഓൺ ഫയർ. കാരണം ഇത് നമുക്കിപ്പോ ചിലപ്പോ കഴിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ പതുക്കെ 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 ഇരിഞ്ഞു കയറി വരും. കട്ട്. ഞാൻ എല്ലാം കഴിച്ച് ജഫറിന് ഒരെണ്ണത്തിൽ നിർത്തി. ഞാൻ ലാസ്റ്റ് മണ്ണും കൂടെ കഴിക്കാൻ നോക്കുവാണ്. ഇറ്റ് ഇസ് ടു സ്പൈസി, ഓൾമോസ്റ്റ് അൺഎഡിബിൾ. പക്ഷെ ഒരു മിൽക്ക് ഷേക്ക് കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ടേസ്റ്റ് വെച്ച് എൻജോയ് ചെയ്യാനൊന്നും കൊള്ളില്ല. ദാറ്റ്സ് ഓൾ. ഹോപ്പ്ഫുള്ളി അടുത്ത എവിടെയെങ്കിലും ഒരു മിൽക്ക് ഷേക്ക് കഴിക്കാം. കൺക്ലൂഷൻ വേഗം എടുക്കുവാണേ. ഫുൾ തീർത്തു. സോസ് മാത്രം. ഓരോ സംസാരിക്കുന്നവരും തീ വരുന്ന പോലെ വായുന്നു. കൈ വേഗം പോയി കഴുകട്ടെ. ഡൺ ഇറ്റ്. താഴെ കാണുന്നതാണ് വാൾ ഓഫ് ഫെയിം. ആ വിങ്സ് 12 എണ്ണം 4 മിനിറ്റിൽ വെള്ളവും ബിയറും ഒന്നും ഇല്ലാതെ തീർത്ത് അവരുടെ ഫോട്ടോ ഇവിടെ വരും. തോറ്റു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ ബാത്റൂമിൽ വരും. ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അത് കാലി കിടക്കുക.
മാനേജ് ചെയ്യാമല്ലോ, ദിലുവിന് മാനേജ് ചെയ്യാം. വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോകും. ഇത് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. വേണ്ട അതിന് വെള്ളം കൊടുക്കുന്നു. നേരെ മിൽക്ക് ഷേക്ക് ഒരെണ്ണം കുടിക്കാൻ. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടല്ല കേട്ടോ, എരിഞ്ഞിട്ടുള്ള റെഡ് കളറാണ്. ടു സ്പൈസി. അതുകൊണ്ട് രാത്രിത്തെ ബർഗർ ഏറ്റവും ഹൈ ആൻഡ് സ്പൈസി കഴിക്കണ്ട. വയറ് ചിലപ്പോൾ ബോഡി ചിലപ്പോൾ താങ്ങില്ല. പക്ഷേ സ്പൈസി ബർഗർ കഴിക്കാം. മറ്റേ ചലഞ്ച് ബർഗർ കഴിക്കണ്ട, അതും കൂടെ കാണിക്കണ്ടേ, സ്പൈസി ഫുഡ് അല്ലേ. ആൻഡ് ഫൈനലി നമ്മുടെ സ്പൈസി ഫുഡ് ചലഞ്ചിന് വേണ്ടി നമ്മൾ വന്നിരിക്കുന്നത് ഹൈ ജോയിന്റിലാണ്. ഇവിടെ ഉണ്ടല്ലോ ചലഞ്ചിന്റെ ബർഗർ ഉണ്ട്, അതിനി കഴിക്കണ്ട. നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും സ്പൈസസ് ബർഗർ ഓർഡർ ചെയ്യാം. ഓക്കെ, ഇതിപ്പോ ട്രെൻഡിങ് ആണ് കോരമംഗലയിൽ. വന്നിട്ടില്ല ഇവിടെ? ഓ, ഞാൻ വന്നിട്ടില്ലെന്നല്ലേ ചോദിച്ചോളൂ. നല്ലൊരു ആംബിയൻസ് ആണ്, ഒരു റൂഫ് ടോപ്പ് ആംബിയൻസിൽ ഒരു ചിൽഡ് ഔട്ട് ജോയിന്റ് പോലെ. കൊള്ളാം, മൈ ഹാപ്പി പ്ലേസ്. ഒരു യങ് ക്രൗഡിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം പോലെയാണ് തോന്നുന്നത്. ഇതാണ് ഇവരുടെ ചലഞ്ച് ബർഗർ, ഫ്ലെയിം ത്രോവർ ബർഗർ. അത് ആക്ച്വലി ബൂത്ത് ജോലോക്ക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബൂത്ത് ജോലോക്കിയ. ഒരു ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു ചില്ലിയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറയ്ക്കുന്നില്ല, സ്പൈസി ചലഞ്ച് ഏറ്റവും സ്പൈസിയസ്റ്റ് ബർഗറിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഫ്ലെയിം ത്രോവർ ബർഗർ ആണ്. സോ അതിലാണ് മറ്റേ എന്താ തന്നെ ഭൂൽപുലയ്യയുടെ ചില്ലിയൊക്കെ വെച്ചിരിക്കുന്നത്. സോ അതിന്റെ ഓർഡർ പ്ലേസ് ചെയ്തു, രണ്ടും കൽപ്പിച്ച്. സോ ഇത് ഇവരുടെ ഫ്ലെയിം ത്രോ ബർഗർ. ബണ്ണ് ഒരു പേരിൽ വെച്ച പോലെയാണ്, അത്രയും സോഫ്റ്റ് ആണ്, ഭയങ്കര വെൽ ടോസ്റ്റഡ്. ഇതിന്റെ സ്പൈസ് ലെവൽ ലുക്സ് ടോളറബിൾ. അതൊന്നു നാഷണൽ ഫ്രൈഡ് ചിക്കൻ ആണ്, സോ ക്രം ഫ്രൈഡ് ചിക്കൻ ആണ് വരുന്നത്. കുറച്ച് സോസ്, ദർ നോ ചീസ് അറ്റ് ഓൾ. പിന്നെ കുക്കുംബർ ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്. ഇതാണ് വന്നിരിക്കുന്നത്. ബൺ സൂപ്പർ ആയിട്ടുണ്ട്, എന്തൊരു സോഫ്റ്റാ. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി ഇനി എന്നെ ഒന്നും കഴിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്തെ ചിക്കൻ ഇല്ലേ, ക്രംസിൻ്റെ അകത്തുള്ള ചിക്കനിൽ വരെ സ്പൈസ് ലെവൽ നമുക്ക് കാണാം. അതിൽ വരെ സ്പൈസ് വന്നിട്ടുണ്ട്. സ്ട്രോങ് സ്മെല്ല. ഓരോ ഭയങ്കര സ്പൈസിയാണ്. പക്ഷേ ഈ ബണ്ണും സോസും ലെറ്റ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല, എൻജോയ് ചെയ്ത് കഴിക്കാം. ടേസ്റ്റിയൊക്കെയാണ്, ഇറ്റ്സ് ക്രിസ്പി. പക്ഷെ എന്നാലും നമ്മുടെ ചിക്കൻ വിങ്സ് ഇല്ലേ, അതിലുണ്ടായിരുന്ന ചെറിയൊരു കയ്പുണ്ട്, എരിവ് കൂടിയിട്ടുള്ള ഒരു കയ്പ്, അത് ഇതിനും ഉണ്ട്. ആ ഒരു ചില്ലിയുടെ ആഫ്റ്റർ ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇല്ല, സുഖമായിട്ട് കഴിക്കും. ഇത് ചലഞ്ച് എന്നൊന്നും പറയാനൊന്നുമില്ല. എനിക്കൊരു 2 മിനിറ്റിന് അടിയിൽ ഫുൾ ബർഗർ കഴിച്ചു തീർക്കാം. എന്തായാലും സ്പൈസി ബർഗർ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്യാം. ഫ്ലെയിം ത്രോ ബർഗർ. കുറച്ച് കഴിച്ചു കഴിഞ്ഞാലും ഇവിടെ ഒന്നും നമുക്ക് എരിയുന്നു അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ടേസ്റ്റ് വൈസ്, എൻജോയബിൾ ബർഗർ വൈസ് ഇറ്റ്സ് എ ബിഗ് തംസ് അപ്പ്. ഒരു അടിപൊളി സ്പൈസി ബർഗർ. ഇതിൻ്റെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോഴല്ല, പിന്നെ അടുത്ത തവണ വരുമ്പോഴേക്കും. കാരണം എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു ചലഞ്ചാണ്. എനിക്ക് അത്ര സ്പൈസി തോന്നിയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇപ്പോൾ ഒരെണ്ണം കൂടെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത്രയും നല്ലൊരു സ്പൈസി ബർഗർ. ആൻഡ് ഹോപ്പ്ഫുള്ളി നിങ്ങൾ ഈ സ്പൈസി ഫുഡ് എൻജോയ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വ്ളോഗായിരുന്നു. ഈറ്റിംഗ് സ്പൈസി ഫുഡ് ഫോർ ദ ഹോൾ ഡേ. ഞങ്ങളുടെ സ്റ്റൊമക്കിന് പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിക്കും. നാളെ വേറൊരു ഡിസേർട്ടിൻ്റെ വ്ളോഗായിരിക്കും വരുന്നത്. ഈറ്റിംഗ് ഓൾ ദ ബെസ്റ്റ് ഡിസേർട്ട്സ് ഇൻ ബാംഗ്ലൂർ അക്കോർഡിംഗ് ടു അസ്. സോ ഈ വ്ളോഗ് എൻജോയെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് അബൌട്ട് ഇറ്റ്. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.